വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതാണ് ഉള്ളിപ്പൂ. അപ്പോൾ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ നല്ല ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ മുറിക്കാനും വലിയ പണിയൊന്നുമില്ല, നല്ലൊരു പാങ്ങാണ് മുറിക്കാനും, നല്ല ബീൻസ് കട്ട് ചെയ്ത പോലെ. അപ്പോൾ അതാ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മസാലയൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 4 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, 2 കറാമ്പ്, 2 പട്ട, കുറച്ച് മല്ലിച്ചപ്പ്, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് കുക്കറിൽ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു ഉള്ളി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ കുക്കർ തന്നെ വെക്കണമെന്നില്ല, വേറെ പാത്രത്തിൽ വെച്ചിങ്ങ് വെന്തിട്ട് വേവുന്ന സാധനമാണ്. അപ്പോൾ എനിക്കൊരു ശീലമാണ് കുക്കറിൽ വെക്കുന്നത്. അപ്പോൾ അത് ഉള്ളി നന്നായിട്ട് വഴറ്റി വന്നാൽ പിന്നെ ഈ തക്കാളിയും കൂടി, ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു വലിയ തക്കാളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നന്നായിട്ടൊന്ന് വെന്ത് വടിയുന്നവരെ ഒന്ന് ഇളക്കുക. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ വേവൊന്ന് ഉടഞ്ഞ് കിട്ടും. ഈ ഉള്ളിപ്പൂവിനൊക്കെ സീസണാണ് ഇപ്പോൾ. അപ്പോൾ സീസണിലേ കിട്ടുള്ളൂ ഇത്. അപ്പോൾ ഇത് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും. ഏത് അപ്പത്തിനാണെങ്കിലും നല്ലൊരു ടേസ്റ്റായ കറിയാണ്. അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ഇട്ട് കൊടുക്കാനും നല്ല ഉണ്ടാവും, കുട്ടികൾക്കും ഇഷ്ടമാകും. അപ്പോൾ ഞാൻ അവിടെ തക്കാളി നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി മിക്സാക്കിയാൽ പിന്നെ ഞാൻ മുറിച്ച് വെച്ച ഈ ഉള്ളിപ്പൂവും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ മൂടി വെച്ചിട്ട് ഒരു വിഷലാകുന്നതിന് മുമ്പേ ഓഫാക്കിയിട്ട് എടുക്കുക. അപ്പോൾ വിഷൽ അധികമായിപ്പോയെങ്കിൽ നല്ലോണം വെന്ത് ഉടഞ്ഞി പോവുക ഉള്ളിപ്പൂവ്. അതുകൊണ്ട് നിങ്ങൾ പാത്രത്തിൽ വെച്ചെങ്കിൽ നല്ല ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒരു വിഷലാകുന്നതിന് മുമ്പേ തുറന്നത് വെന്ത് വന്നിട്ടുണ്ട്. നല്ല പാകത്തിൽ ഉരുളക്കിഴങ്ങും ഉള്ളിപ്പൂവൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അരപ്പിട്ടിട്ടാകുമ്പോൾ അതിന് തിളപ്പിക്കാനുണ്ട്. അപ്പോൾ ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുക്കാൻ പോവാം. അപ്പോൾ അരപ്പെല്ലാം ഇടാനുണ്ടല്ലോ. അപ്പോൾ വേറെ ഒരു പാത്രത്തിൽ മാറ്റിയിട്ട് ഈ അരച്ച അരപ്പിനെ ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര വെള്ളമാണോ അത്ര വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കറീനൊന്ന് മസാലയൊക്കെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക. ഉപ്പ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഉള്ളി തക്കാളി വഴറ്റുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. ഇത് കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 3 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇതുപോലെ മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ. ഇനി മുട്ട വേകുന്നത് വരെ നമുക്ക് മൂടി വെച്ചിട്ട് ചെറിയ തീയിലങ്ങോട്ട് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മുട്ട ഉള്ളു വെന്തിട്ടുണ്ടാവില്ല അല്ലേ അതിന്. അപ്പോൾ അത് കറി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റിയായ കറിയാണ്, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.